ഹിന്ദി ടെക്സ്റ്റ് നോട്ടോ റെഡി അല്ലേ? നോട്ട് കംപ്ലീറ്റ് ആക്കി എല്ലാവരും? കഴിഞ്ഞ ലെസന്റെ റെഡി ആക്കിയിട്ടുണ്ടല്ലേ? മിസ് പേരെഴുതി എഴുതി വെച്ചിട്ടുണ്ട്. ആർക്കൊക്കെയാണ് കംപ്ലീറ്റ് ആക്കി മിസ്സിന് അയച്ചത് നോക്കിയിട്ടുണ്ട്. ജുവാന ഹിന്ദി നോട്ട് റെഡി അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിലത്തെ അയച്ചു തന്നിട്ടുണ്ടോ? ഞാൻ അയച്ചു തരാം. എപ്പോ ഇത് ഉണ്ടായിരുന്നു, ചാർജിന്റെയും പ്രോബ്ലം. ഇതിൽ ഫോണിന്റെ അകത്ത് ചാർജ് വെക്കുന്നില്ല, അതുകൊണ്ട് വേഗം തീർന്നു പോവാ. എന്നാലും ഒരു സബ്ജക്ട് ഒരാഴ്ച ഇല്ലേ? അപ്പൊ ആ സമയം കൊണ്ട് എനിക്ക് അയച്ചു തരാമായിരുന്നില്ലേ? ലേറ്റ് ആയാൽ പ്രശ്നമാണ്. ആ പറയുന്ന സമയത്ത് തന്നെ അയച്ചു തരിക കേട്ടോ. ഓക്കെ. ശ്രീ വിഷ്ണു, ആർ യു റെഡി? ഓക്കെ. അതില് വേർഡ് മീനിങ് ഒക്കെ പഠിക്കാനാവുന്നുണ്ടോ? നോക്കിയേ നിങ്ങള് ശബ്ദാർത്ഥ വേർഡ് മീനിങ് കഴിഞ്ഞ ലെസന്റെ ഈശ്വരേന്ദ്ര വിദ്യാസാഗർ എന്നുള്ള ലെസണ്ട് നോക്കിയോ നിങ്ങള്? പഠിക്കാൻ വിഷമുണ്ടോ? വിഷമുണ്ടെന്നാണോ പറഞ്ഞേ? ഒന്ന് നോട്ട് എടുത്ത് വെച്ചില്ലാരും? നോട്ടിലെ വേർഡ് മീനിങ് നോട്ട് അല്ലെങ്കിൽ ടെക്സ്റ്റിൽ ശബ്ദാർത്ഥ വേർഡ് മീനിങ് ഒന്ന് എടുത്ത് വെച്ചേ. നോക്കിയേ. ഫസ്റ്റ് വേർഡ് എന്താ? ഫസ്റ്റ് വേർഡ് ഏക് ബാർ, വൺസ് അപ്പോൺ എ ടൈം അല്ലേ? വൺസ് അപ്പോൺ എ ടൈം. ഹരിനന്ദ് നോട്ട് ഒന്ന് കൊടുത്തുവിടാൻ വേണ്ടി പറഞ്ഞത് മറന്നുപോലെ. ഹരിനന്ദ് നോട്ടൊന്ന് കൊടുത്തുവിടണം. ടെസ്റ്റ് ഉണ്ടല്ലോ, നോട്ട് പോലെ. നോട്ട് മാത്രം. ഗുഡ് മോർണിംഗ് നിജാദ്, ഒന്ന് വീഡിയോ ഓൺ ചെയ്. ഓക്കെ. ഗുഡ് മോർണിംഗ് നിജാദ്. ഗുഡ് മോർണിംഗ്. അപ്പോ ഈശ്വരേന്ദ്ര വിദ്യാസാഗർ എന്ന ലെസണില് ശബ്ദാർത്ഥ വേർഡ് മീനിങ് ഫസ്റ്റ് എന്താ? ഏക് ബാർ. ഏക് ബാർ എന്ന് പറഞ്ഞാൽ എന്താ? വൺസ് അപ്പോൺ എ ടൈം. വായിച്ചു നോക്കിയായിരുന്നോ? പഠിക്കാൻ സിമ്പിൾ തന്നെയാണ്, ബുദ്ധിമുട്ടൊന്നുമില്ല. വൺസ് അപ്പോൺ എ ടൈം. സജ്ജൻ, ജെന്റിൽമാൻ. നെക്സ്റ്റ് എന്താ? ഷഹർ, സിറ്റി അല്ലേ? ദർശൻ, ഗ്ലിംസ്. എന്താ ജോലി കണ്ടല്ലോ? പ്രതിജ്ഞ, പ്രോമിസ്. ക്ഷമ, ഫോർഗിവ്. വിശേഷ വ്യക്തി, ഇമ്പോർട്ടന്റ് പേഴ്സൺ. ചരണോമയം, ഓൺ ഹിസ് ഫീറ്റ്. ഗാവ്, വില്ലേജ്. ഗാഡി, ട്രെയിൻ. കുലി, കൂലി. ഇത്രയും വേർഡ്സുകളാണുള്ളത്. നെക്സ്റ്റ് 15, പേജ് നമ്പർ 15, 15. ഈശ്വരേന്ദ്ര വിദ്യാസാഗർ എന്ന ലെസണിലെ വേർഡ് മീനിങ് പഠിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല, അതൊന്ന് പഠിച്ചു വെക്കണം എന്ന് പറയാനായിരുന്നു വീണ്ടും വായിക്കുന്നത്. വേർഡ് മീനിങ്, ക്വസ്റ്റ്യൻ ആൻസർ, അതുപോലെ ഓപ്പോസിറ്റ് വേർഡ്സ്, വിലോമ ശബ്ദ്, അതൊന്ന് റെഡിയാക്കി പഠിച്ചു വെക്കണേ കേട്ടോ. ഓക്കെ. അതിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലാസ്റ്റ് പറഞ്ഞ എന്തായിരുന്നു? ഓർമ്മയുണ്ടോ? പ്രോനൗൺ, സർവനാം അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ ലാസ്റ്റ് നമ്മൾ അതാണ് പറഞ്ഞത്, പ്രോനൗൺ. അതിനെ ഇംഗ്ലീഷ് എന്ത് പറയും? പ്രോനൗൺ, സർവനാമം. സർവനാമം എന്ന് പറഞ്ഞാൽ എന്താ? നൗണിന് പകരം ചേർക്കുന്ന ശബ്ദമാണ് പ്രോനൗൺ. സപ്ന കെ ബദലെ പ്രയുക്ത് ഹോനെ വാലെ ശബ്ദ കോ തെറിച്ചിട്ടതിനെ കളയാ ഹിപ്പോപ്പൊട്ടാമസിന്റെ വായ പൊടിക്കലായി സൂപ്പറായി.
അപ്പൊ സർവനാമം ഹിന്ദിയിൽ ഏതൊക്കെയാണ് സർവനാമങ്ങൾ എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലോ, ഓർമ്മയുണ്ടോ? മേം, ഹം, തും, വഹ്, വേ, യഹ്, യേ, കോൻ. ഇങ്ങനെ വരുന്നതാണ് എന്ത്? പ്രോനൗൺ. ഈശ്വരേന്ദ്ര വിദ്യാസാഗർ ലെസൺ കംപ്ലീറ്റ്. ഞാനൊന്നും ചെയ്യൂല. നെക്സ്റ്റ് ലെസൺ ഒന്ന് എടുത്തേ. നെക്സ്റ്റ് ലെസൺ അഞ്ചാമത്തത്. എന്താ ലെസന്റെ പേര്? ദേവത. സമൈക ദേവത. ഗോഡ് ഓഫ് ടൈം. ഏതാ? എല്ലാവരും എടുത്തല്ലോ. മിസ് വായിക്കാൻ നോക്കണേ കൃത്യമായിട്ട്. ടെക്സ്റ്റ് ബുക്ക് നോക്കുക, വേറെ എവിടെ ശ്രദ്ധിക്കരുത്. അർജുൻ എന്താ അവിടുന്ന് ഡാൻസ് കളിക്കുന്നുണ്ടോ? അർജുൻ പി രാജ്. അർജുൻ എന്താണ് അവിടെ? എന്തോ കൈകൊട്ടി ഡാൻസ് കളിക്കുമ്പോൾ തോന്നിയല്ലോ. സന്തോഷം കൊണ്ടാ മഴേന്റെ? അല്ല, തണുക്കുന്നു. തണുക്കുന്നതിന് ഇങ്ങനെ കൈകൊട്ടി ഡാൻസ് ചെയ്യണമെന്ന് ആരാ പറഞ്ഞടാ? തണുപ്പിന് കൈകൊട്ടി ഡാൻസ് ചെയ്താലേ ചൂട് വരും. എന്താണത്? മിസ്സിന് പറഞ്ഞതാ, അല്ലെങ്കിൽ നിന്റെ കൂട്ടുകാർക്ക് പറഞ്ഞു കൊടുത്തേ. എന്താണ് അങ്ങനെ ചെയ്തെന്ന്? ഹാപ്പിയിലാണല്ലേ? ആതിര, ഗുഡ് മോർണിംഗ്. എന്താ ലേറ്റ് ആയതല്ലേ? മഴ ഏതാണാ? ഓക്കെ, നെക്സ്റ്റ് ലെസൺ എടുക്കുക. സമൈക ദേവത. അതിൽ ഒന്നുകൂടി പറയാണ്, നോട്ട് കംപ്ലീറ്റ് ചെയ്യാത്തവര്, മിസ് പറഞ്ഞത് നോട്ട് കംപ്ലീറ്റ് ചെയ്യാത്തവര് കൃത്യമായിട്ട് മിസ്സിന് അയച്ചു തരണം കേട്ടോ. ഇന്ന് തന്നെ കംപ്ലീറ്റ് ആക്കിയവര് ഓക്കെ, കംപ്ലീറ്റ് ആക്കാത്തവര് എന്ത് ചെയ്യാ? ഇന്ന് തന്നെ വൈകുന്നേരത്തിനുള്ളില് മിസ്സിന് അയച്ചു തരിക. ഇല്ലെങ്കില് നോട്ട് കംപ്ലീറ്റ് ആക്കി ചെയ്തിട്ട് അയച്ചു തരാത്തവർക്ക് എന്താണ്, ആ ലെസൺ ഒരു 10 പ്രാവശ്യം ഇമ്പോസിഷൻ എഴുതി അയച്ചു തരേണ്ടി വരും കേട്ടോ. എന്താ? ശ്രീവിഷ്ണുവിന്റെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ നോട്ട്? കിട്ടിയില്ലേ? ആ, അതാ പറഞ്ഞ, അയച്ചു തരാത്തവര് കുറച്ചു പേരുണ്ട്. അവരെന്ത് ചെയ്യാ? കൃത്യമായിട്ട് അയച്ചു തരിക. എല്ലാവരും പറയുന്നത് ഒരുപോലെ ചെയ്യുക, എന്നാൽ മാത്രമേ ക്ലാസ് മുന്നോട്ട് പോകാൻ കഴിയൂ. നെക്സ്റ്റ് ലെസൺ, അഞ്ചാമത്തെ ലെസൺ എന്താ? സമൈക ദേവത, ഗോഡ് ഓഫ് ടൈം. ഗോഡ് ഓഫ് ടൈം. എന്താ ലെസന്റെ പേരൊന്ന് വായിച്ചു എല്ലാവരും? സമൈക ദേവത. അർജുൻ ശ്രദ്ധിക്കുന്നില്ലേ? അർജുൻ ക്ലാസ്സിലേ അല്ലല്ലോ. ടെക്സ്റ്റ് ബുക്കിൽ ഒന്ന് ശ്രദ്ധിച്ചേ. ടെക്സ്റ്റ് ബുക്ക് എവിടെ? യെസ്, ഇടയ്ക്ക് ശ്രദ്ധ പോലെ മിസ് വായിക്കുന്ന ഒന്ന് നോക്കുക. സമൈക ദേവത, ഗോഡ് ഓഫ് ടൈം. രാമു ഏക് ഗരീബ് ലക്കഡ്ഹാരാ ഥാ. वह रोज जंगल में लकड़ियां काटने जाता था. एक दिन उसने बहुत सी लकड़ियां काटी.
गट्ठर बांधा तो उसे उठा न सका। रात घिरने लगी थी, आसपास कोई न था। इतने में मुझे सूखे पत्तों की गड़गड़ाहट सुनाई दी। वह बोला, कोई है जो इस गट्टर को मेरे सिर पर रख दे। इतने में एक सुंदर सा युवक पास आया। उसने कहा, लाओ, मैं गट्टर तुम्हारे सर पर रख देता हूँ। रामू ने एक बार उस युवक को देखा। वह सिर पर मुकुट पहने था, उसके वस्त्र भी राजसी थे। रामू हड़बड़ाया, तुम कौन हो? कोई देवता दिखाई देते हो? മിസ് വായിച്ച ഫസ്റ്റ് പാരഗ്രാഫ് കണ്ടല്ലോ, എല്ലാരും നോക്കിയായിരുന്നോ? ഫസ്റ്റ് പാരഗ്രാഫ് ഒന്ന് എല്ലാവരും ഒന്ന് നോക്കി നോക്കി, വായിക്കാൻ കിട്ടുന്നതോ ഒന്ന് നോക്കിയേ. മിസ് വായിച്ചത് ഫസ്റ്റ് പാരഗ്രാഫ് ഒന്ന് വായിക്കാൻ കിട്ടുന്നത് നോക്കിയേ. സമയിക്ക ദേവത എന്ന് പറഞ്ഞ എന്താ? സമയത്തിന്റെ ദേവത അല്ലെ? സമയത്തിന്റെ ദേവതയാണ്. അതാണ് ലെസൺ. എന്താണ് സമയത്തിന്റെ ദേവത? ആരാണെന്നല്ലോ. മിസ്സേ ഒന്നുകൂടി വായിച്ചു തരുമോ മിസ്സേ? വായിച്ചരും. നിങ്ങൾക്ക് വായിക്കാൻ കിട്ടുന്നുണ്ടോ നോക്കാനാ പറഞ്ഞത്. വായിക്കാൻ കിട്ടുന്നുണ്ടോ, ബുദ്ധിമുട്ടുണ്ടോ നോക്കാൻ. ഓക്കെ, ബുദ്ധിമുട്ട് ആദ്യം വായിച്ചു തരും. ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കണം. ഏത് ലെസൺ ആണോ മിസ് എടുത്തത് അന്ന് തന്നെ ടെക്സ്റ്റ് സമയം കണ്ടെത്തി എന്ത് ചെയ്യണം? വായിച്ചിരിക്കണം. ടെക്സ്റ്റ് വായിച്ചാൽ മാത്രമേ വാക്കുകൾ നിങ്ങൾക്ക് പഠിക്കാനാവുള്ളൂ. ഓക്കെ, ഒന്നുകൂടി വായിക്കുകയാണ്. സമയിക്ക ദേവത, ഗോഡ് ഓഫ് टाइम। रामू एक गरीब लकड़हारा था। वह रोज जंगल में लकड़ियां काटने जाता था। एक दिन उसने बहुत सी लकड़ियां काटी। गट्टर बांधा तो उसे उठा न सका। रात घिरने लगी थी, आसपास कोई न था। इतने में उसे सूखे पत्तों की गड़गड़ाहट सुनाई दी। वह बोला, कोई है जो इस गट्टर को मेरे सिर पर रख दे। इतने में एक सुंदर सा युवक पास आया। उसने कहा, लाओ, मैं गट्टर तुम्हारे सर पर रख देता हूँ। रामू ने एक बार उस युवक को देखा। वह सिर पर मुकुट पहने था, उसके वस्त्र भी राजसी थे। रामू हड़बड़ाया, तुम कौन हो? कोई देवता दिखाई देते हो? ഫസ്റ്റ് പാരഗ്രാഫ് മാത്രമാണ് മിസ് വായിച്ചത്. വായിച്ച് ശ്രദ്ധിച്ചല്ലോ? ഒന്നുകൂടി മിസ് അതിന്റെ മീനിങ് പറയാണ്, കൃത്യമായി നോക്കുക. ഏത് വാക്കാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ളത്, വായിക്കാൻ ബുദ്ധിമുട്ടുള്ള വാക്കുകൾ ശരിക്കും ശ്രദ്ധിക്കുക. വീട്ടിൽ ബാക്കിയുള്ള ഒരു ഇതും ശ്രദ്ധിക്കാതിരിക്കുക. അർജുൻ, അർജുൻ നല്ല പാട്ടൊക്കെ പാടിക്കൊണ്ട് ഇങ്ങനെ മഴയല്ലേ, കുറച്ച് മുന്നേ ഡാൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്, ഇപ്പം പാട്ട് പാടാൻ തുടങ്ങി. അർജുൻ ഒന്ന് ക്ലാസ്സിൽ ശ്രദ്ധിക്കുക. പാട്ട് പിന്നെ പാടാം, മിസ് സമയം തരാം കേട്ടോ. ഓക്കെ, ഓക്കെ, ടെക്സ്റ്റ് മുന്നിലുണ്ട്, പക്ഷെ എന്തുണ്ട്, അതുപോലെ കയ്യും കാലും പ്രവർത്തിക്കുന്നുണ്ട്. അപ്പം മിസ് പറഞ്ഞത് ശ്രദ്ധിക്കുക. രാമു ഏക് ഗരീബ് ലക്കഡ്ഹാരാ ഥാ. ലക്കഡ്ഹാര എന്ന് പറഞ്ഞാല് വിറക് വെട്ടുകാരൻ. എന്താണ് ലക്കഡ്ഹാരന്റെ മീനിങ്?
വിറക് വെട്ടുകാരൻ. വിറക് വെട്ടുകാരനാണ് നമ്മൾ എന്ത് പറയാ? ലക്കഡ്ഹാര. ഹെവൻ. എന്താ രാവിലെ ഉറക്കം വരുന്നേ? മഴയിലുണ്ടാ? പിന്നെ ഉറക്കം വരുന്നുണ്ട് എല്ലാവർക്കും? മടിയന്മാരനല്ലേ? അല്പം മഴയങ്ങ് പെയ്യുമ്പോഴേക്കും അതാ കൊറേ പേരിങ്ങനെ ഉറക്കം തൂങ്ങുന്ന. മിസ് എനക്കൊന്നും ഓർക്കും വരുന്നില്ല. ആർക്ക്? അർജുനോ? ഞാൻ രാവിലെ കുളിച്ചു. ആ, അതിന്റെ ഡാൻസും കൈകൊട്ടിക്കളി ഇപ്പം കണ്ടതല്ലേ? ഓക്കെ, രാവിലെ തന്നെ ക്ലാസ്സിലെ സമയത്ത് എന്ത് മഴയായാലും കുളിച്ച് റെഡി ആയിരിക്കണം. എന്നാല് ഫ്രഷ് ആയിരുന്നാൽ മാത്രമേ ക്ലാസ്സിൽ പറഞ്ഞത് വല്ലതും മനസ്സിലാവുള്ളൂ കേട്ടോ. ഉറക്കം തൂങ്ങിയിരിക്കല്ലേ. രാമു ഏക്ക് ലക്കഡ്ഹാരാധ. രാമു ഒരു പാവപ്പെട്ട വിറക് വെട്ടുകാരനായിരുന്നു. കോൻ? ആരാണ്? രാമു. ആരാണ്? രാമു. രാമു ഏക്ക് ഗരീബ് ലക്കഡ്ഹാരാധ. രാമു ഒരു പാവപ്പെട്ട ലക്കഡ്ഹാര വിറക് വെട്ടുകാരനായിരുന്നു. ഗരീബ് മീൻസ് പാവപ്പെട്ട. വഹ് റോസ് ജംഗൽ മേം ലക്കടിയാം കാട്ട്നെ ജാതാ ഥാ. അവൻ പതിവായിട്ട് എന്താ ചെയ്തത്? എല്ലാ ദിവസവും ചെയ്യുന്നത് എന്തായിരുന്നു? കാട്ടിൽ പോയിട്ട് വിറകുകൾ ശേഖരിക്കുമായിരുന്നു. പതിവായി എല്ലാ ദിവസവും ചെയ്യുന്ന ജോലി എന്താണ്? എല്ലാ ദിവസവും ചെയ്യുന്ന എന്താണ്? കാട്ടിൽ പോയി വിറകുകൾ ശേഖരിക്കുമായിരുന്നു, വിറക് വെട്ടുമായിരുന്നു. കോൻ ലക്കഡ്ഹാരാധ. ആരാണ് വിറക് വെട്ടുകാരൻ? അദ്ദേഹത്തിന്റെ പേരെന്താ? രാമു. 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 ഓക്കെ. एक दिन उसने बहुत सी लकड़ियां काटी. ഒരു ദിവസം അദ്ദേഹം എന്ത് ചെയ്തു? കുറെ അധികം വിറകുകള് ശേഖരിച്ചു വെച്ചു. കേട്ടല്ലോ? ഗട്ടർ ബാന്ധാത്തോ ഉസേ ഉഠാന സദ. ആ വിറകുകൾ കെട്ടി വെച്ചപ്പോഴ് അദ്ദേഹത്തിന് അത് എടുത്തുയർത്താൻ സാധിച്ചില്ല. തലയിൽ വെക്കാൻ വേണ്ടി തലയിൽ വെക്കാൻ വേണ്ടി സാധിച്ചില്ല. അതിന്റെ ഭാരം കൊണ്ട് കുറച്ചധികം ആയിപ്പോയി വിറക് ശേഖരിച്ചത്. രാത്ത് ഘിർനയിലെത്തി. രാത്രി ആവാറായി. ആസ് പാസ് കോയി നഥ. അടുത്താണെങ്കിൽ ആരുമില്ല. ആസ് പാസ് കോയി നഥ. അതിന്റെ അടുത്ത പരിസരത്ത് എവിടെയും ഒരാള് പോലുമില്ല. ഇത്തനെ മേം ഉസേ. ഈ സമയത്ത് അദ്ദേഹം സൂഖേ പത്തോം കി ഗഡ്ഗഡാഹ് സുനായി ദി. ഉണങ്ങിയ ഇലകളുടെ ശബ്ദം. ഉണങ്ങിയ ഇലകളുടെ ശബ്ദം എന്ന് പറഞ്ഞാൽ എന്താ? എന്ത് ശബ്ദം ഉണങ്ങിയ ഇലകൾക്ക് ഉണ്ടാവുക? എങ്ങനെയാ ശബ്ദം വരിക അറിയോ? ഉണങ്ങിയ ഇലകള് കാട്ടിലൊക്കെ ഉണങ്ങിയ ഇലകൾ ഒരുപാടുണ്ടാവും. അപ്പൊ അതിൽ ചവിട്ടുമ്പോ ഒരു ശബ്ദം വരും, ഉണ്ടാവില്ലേ? ആ, അങ്ങനെയുള്ള ഒരു ശബ്ദം ആര് കേട്ടു? ഈ വിറക് വെട്ടുകാരൻ. വഹ് ബോല. അപ്പൊ ഈ രാമു ചോദിച്ചെന്താ? കോയി ഹേ. ആരാണ്? ജോ ഇസ് ഗട്ടർ കോ മേരെ സിർ പർ രഖ് ദേ. നിങ്ങൾ ആരാണ്? ഒന്ന് ഈ വിറകൊന്ന് എന്റെ തലയിൽ വെച്ചു തരാൻ സഹായിക്കാമോ? ആരാന്ന് മനസ്സിലായില്ല. ഇത്തനേമേ മേക്ക് സുന്ദർ സാ യുവക് പാസ് ആയ. അപ്പൊ അടുത്തേക്ക് രാമുവിന്റെ അടുത്തേക്ക് ഒരു സുന്ദരനായ ഒരു യുവാവ് അടുത്തെത്തി. ഉസ്നെ കഹാ. അദ്ദേഹം എന്താ പറഞ്ഞത്? ആ യുവാവ് ലാവോ, എടുക്കുവിൻ. മേ ഗട്ടർ തുമാരെ സർ പർ രഖ് ദേതാ ഹും. മേ ഗട്ടർ തുമാരെ സർ പർ രഖ് ദേതാ ഹും. സർ എന്ന് പറഞ്ഞാൽ സിർ, തല. ഞാൻ ഈ കെട്ട്, ഗട്ടർ എന്ന് പറഞ്ഞാൽ കെട്ട്, ഈ വിറക് കെട്ട് എന്ത് ചെയ്യാം? നിങ്ങളുടെ തലയിൽ വെച്ച് തരാം. രാമുവിനെ ഏക് ബാർ ഉസ് യുവക് കോ ദേഖാ. അപ്പൊ അത് പറഞ്ഞ ഉടനെ രാമു ഒരു തവണ കൂടി ആരെ നോക്കി? ആ യുവാവിനെ നോക്കി. വഹ് സിർ പർ മുകുട് പഹനേ ഥാ. അദ്ദേഹത്തിന്റെ ആ യുവാവിന് തലയിൽ എന്തുണ്ടായിരുന്നു? ഒരു കിരീടം. ഒരു കിരീടം ധരിച്ച ഒരാളായിരുന്നു അദ്ദേഹം. ഉസ്കെ വസ്ത്ര ബി രാജസീധേ. ആ യുവാവിന്റെ വസ്ത്രമോ ഒരു രാജാവിന്റെ ലുക്ക്, ഒരു രാജാവിനെ പോലെ തോന്നിക്കുന്ന രീതിയിലായിരുന്നു
അദ്ദേഹത്തിന്റെ ഡ്രസ് വസ്ത്രധാരണം. തലയിൽ ഒരു കിരീടവും ഉണ്ട് അല്ലെ. രാമു ഹഡ്ബഡായ, രാമു ആകെ പരിഭ്രമിച്ചു. എന്താ ചോദിച്ചേ? തും കോൻ ഹോ, നിങ്ങൾ ആരാണ്? കോയി ദേവതാ ദിഗായി ദേത്തെ ഹോ, നിങ്ങളെ കാണുമ്പോ ഏതൊരു ദേവതയാണെന്ന് തോന്നല്ലോ, ഏതൊരു ദേവനാണെന്ന് തോന്നുന്നുണ്ടല്ലോ നിങ്ങളെ കാണുമ്പോ. മനസ്സിലായോ ഫസ്റ്റ് പാരഗ്രാഫ്? ഒന്നുകൂടി പറയാം മിസ്, ക്ലിയർ ആയിട്ടൊന്ന് നോക്കുക. രാമു ഏക്ക് ഗരീബ് ലക്കട് ഹരാത, രാമു ഒരു പാവപ്പെട്ട വിറക് വെട്ടുകാരനായിരുന്നു. വഹ് രോസ് ജംഗൽ മേ ലക്കടിയാ കാട്ടിനെ ജാതാത, അദ്ദേഹം പതിവായിട്ട് എന്ത് ചെയ്യുമായിരുന്നു? വിറക് വെട്ടാൻ വേണ്ടി എവിടെ പോകുമായിരുന്നു? കാട്ടില്, ജംഗലിന്, ഫോറസ്റ്റില്. ഏക് ദിൻ ഉസ്നെ ബഹുത് സി ലക്കടിയാം കാട്ടി, ഒരു ദിവസം അദ്ദേഹം കുറെ അധികം വിറക് വെട്ടി. ഗട്ടർ ബാന്ധാത്തോ ഉസേ ഉഠാന സക, ആ വിറകൊക്കെ കെട്ടിയപ്പോഴ് അദ്ദേഹത്തിന് പിന്നെ അത് എടുത്തുയർത്താൻ സാധിച്ചില്ല, വെയിറ്റ് കാരണം. അർജുൻ പി രാജ്, മിസ് മിക്കവാറും അർജുന്റെ വീട്ടിലേക്ക് ഇപ്പൊ എത്തും. ഒന്ന് ആ ഇതൊക്കെ ബെഡ്ഷീറ്റ് ഒക്കെ ഒന്ന് മാറ്റി വെച്ചേ. അവൻ ഇപ്പൊ ആകെ പുതച്ചു മൂടി കിടക്കേണ്ട പരിപാടിയാന്ന് തോന്നുന്നു. മിസ് കഥ പറയുന്നുണ്ട്, നല്ല മഴയാണ്, ഞാൻ ഉറങ്ങിക്കോളാന്നുള്ള രീതിയിൽ ഇരിക്കുക. മിസ് 10 മിനിറ്റിനുള്ളിൽ ഇപ്പൊ അവിടെ എത്തും നിന്റെ വീട്ടിൽ കേട്ടോ. ശരിക്കും ഇരുന്നോ ക്ലാസ്സില്? ആ, ക്ലാസ്സിൽ എങ്ങനെയാ ഇരിക്കുന്നേ? ഉറങ്ങി എണീച്ചാ അതേ ബെഡിൽ തന്നെ ഇങ്ങനെ ഉറങ്ങി എഴുന്നേറ്റാടി ഇങ്ങനെ ഇരിക്കുകയാണോ മിസ്സിനെ നോക്കിയിട്ട്? ബെഡിന്ന് മാറിയിരിക്കും കേട്ടോ. ബെഡിലിരിക്കുമ്പോ കൂടുതൽ ഞാൻ പഠിക്കുന്നിടത്ത് റേഞ്ച് കിട്ടൂല, അതിനോട് ഞാന് ആ മോനെ ഇഷ്ടമില്ലടുത്ത് ഇരുന്നോ. പക്ഷേ എന്ത് ചെയ്യണം? ക്ലാസ്സിലിരിക്കുമ്പോ ഇങ്ങനെ പുതച്ചൊന്നും ഇരിക്കല്ലേ. ആ എല്ലാവർക്കും തണുപ്പുണ്ട്, സാരില്ല. തണുത്ത് കുറച്ച് ഹിന്ദി പഠിക്കും. ഓക്കെ, അപ്പൊ ഒന്നുകൂടി പറയാണ്. രാമു ഏക്ക് ലക്കഡ് ഹാരാത, അല്ലെ, രാമു ഒരു വിറക് വെട്ടുകാരനായിരുന്നു, പാവപ്പെട്ട വിറക് വെട്ടുകാരനായിരുന്നു. ബഹ്രോസ് ജംഗൽ മേ ലക്കടിയാ കാട്ടിനെ ജാതാത, അതെ, അവൻ എപ്പോഴും എന്താ കരുതുന്നത്? കാട്ടിൽ പോയിട്ട് വിറക് വെട്ടുമായിരുന്നു അല്ലെ. ഏകദിൻ ഉസ്നെ ബഹുത് സീ ലക്കടിയാ കാട്ടി, ഒരു ദിവസം അദ്ദേഹം കാട്ടിൽ പോയിട്ട് വിറക് വെട്ടിയപ്പോൾ എന്ത് ചെയ്തു? കുറച്ചധികമായി പോയി. ഗട്ടർ ബാന്ധാത്തോ ഉസേ ഉഠാന സക, അപ്പൊ വിറക് കെട്ടി ആ വെയിറ്റ് കാരണം അത് എടുത്തുയർത്തുവാൻ സാധിച്ചില്ല. രാത് ഘിർനെ ലഗി, സമയം രാത്രിയായി. ആസ് പാസ് കോയി നഥ, പരിസരത്ത് ആരും അടുത്തൊന്നും ആരുമില്ലായിരുന്നു. ഇത്തനേമേ മുസേ സൂഖേ പത്തോം കി ഘട്ഘടാഹട്ട് സുനായി ഥി, അപ്പോഴാണ് ഉണങ്ങിയ ഇലകളുടെ ശബ്ദം, അത് നടക്കുന്ന ഒരാളുടെ കാലൊച്ച ശബ്ദം കേട്ടത്. വഹ് ബോല, അപ്പൊ രാമു പറഞ്ഞു, എന്ത്? കോയി ഹേ, ആരാണ്? ജോ ഇസ് ഗട്ടർ കോ മേരെ സിർ പർ രഖ് ദേ, ഒന്ന് ഈ വിറക് കെട്ട് എന്റെ തലയിൽ ഒന്ന് വച്ചു തരൂ. ഇത്തരമേ മേക്ക് സുന്ദർ സ യുവക് പാസായ, ഈ സമയത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സുന്ദരനായ ഒരു യുവാവ് അവിടേക്ക് വന്നു. ഉസ്നെ കഹ, ആ യുവാവ് പറഞ്ഞു, എന്താ പറഞ്ഞത്? ലാവോ മേം ഗട്ടർ തുമാരേ സർ പർ രഖ് ദേതാ ഹൂം, ഞാൻ ഈ വിറക് കെട്ട് നിങ്ങളുടെ തലയിൽ വെച്ചു തരാം. രാമുനെ ഏക് ബാർ ഉസ് യുവക് കോ ദേഖ, രാമു ഒരു പ്രാവശ്യം കൂടി ആ യുവാവിനെ നോക്കി. വഹ് സിർ പർ മുകുട് പഹനേത, എന്താ നോക്കാൻ കാരണം എന്നറിയോ? ആ യുവാവിന്റെ തലയിൽ എന്തുണ്ടായിരുന്നു? കിരീടം. സിർ പർ മുകുട് പഹനേത, കിരീടം ധരിച്ചിരുന്നു. ഉസ്കെ വസ്ത്ര ബി രാജസീതെ, അദ്ദേഹത്തിന്റെ വസ്ത്രമോ ഡ്രസ് എങ്ങനെയായിരുന്നു? ഒരു രാജാവിന്റെ വേഷവിധാനത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. രാമു ഹഡ്ബഡായ, രാമു ആകെ പരിഭ്രമിച്ചു പോയി. തും കോൻ ഹോ, അപ്പൊ രാമു ചോദിച്ചു അദ്ദേഹത്തോട്, തും കോൻ ഹോ, നിങ്ങൾ ആരാണ്? കോയി ദേവതാ ദിഗായി ദേത്തെ ഹോ, നിങ്ങളെ കണ്ടാൽ ഒരു ദേവതയാന്ന് തോന്നുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. ക്ലിയർ ആയോ? ഓക്കെ, ഹെവൻ, എല്ലാവർക്കും ഫസ്റ്റ് പാരഗ്രാഫ് മനസ്സിലായോ?
ഓക്കെ, നെക്സ്റ്റ് അതിന്റെ ബാക്കി. നെക്സ്റ്റ് मैं समय का देवता हूँ യുവക് ബോല. ഈ യുവാവ് പറഞ്ഞു എന്താണ്? ഞാൻ സമയത്തിന്റെ ദേവതയാണ്. ആരാണ് ആ യുവാവ്? ആ കിരീടം ധരിച്ച യുവാവ് ആരായിരുന്നു? സമയത്തിന്റെ ദേവതയായിരുന്നു. സമയ കാ ദേവത വഹ് കോൺ സാ ദേവത ഹോത്താ ഹേ? സമയത്തിന്റെ ദേവതയോ അതെങ്ങനെയുള്ളതാണ്? രാമുവിനെ പൂച്ച. രാമു ചോദിച്ചു സമയത്തിന്റെ ദേവത എന്ന് പറഞ്ഞാൽ എന്താണ്? समय का देवता जो सबके पास जाता है सबके भाग्य जगाता है. तो समय का देवത എന്താ പറഞ്ഞത്? ഞാൻ എല്ലാവരുടെ അടുത്തും എത്തിച്ചേരുന്നു. എന്നിട്ടോ सबके भाग्य जगाता है, ഞാൻ ആരുടെ അടുത്താണോ എത്തുന്നത് അവിടെ എന്തുണ്ടാകുന്നു? ഭാഗ്യം, നല്ല കാര്യങ്ങള്, നല്ല പ്രവൃത്തികൾ ഉണ്ടാകുന്നു. समय का देवത എന്താ പറഞ്ഞത്? ഞാൻ എല്ലാവരുടെ അടുത്തും എത്താറുണ്ട്. ആ എത്തുമ്പോഴേ അവർക്ക് എന്ത് ലഭിക്കുന്നു? ഭാഗ്യം. ഭാഗ്യം എന്ന് പറഞ്ഞാൽ നല്ല കാര്യങ്ങള് ലഭിക്കുന്നുണ്ട്. യുവക് ബോല, യുവാവ് അങ്ങനെയാണ് പറഞ്ഞത്. ഓ മേരി ഭാഗ്യ ജഗാനെ തോ തും കഭി നഹി മായേ. അപ്പൊ യുവാവിന് സംശയം. യുവാവ് എന്താ ഡൗട്ട് ചോദിച്ചെന്നറിയോ? മേരി ഭാഗ്യ ജഗാനെ തോ തും കഭി നഹി മായേ. എന്റെ അടുത്ത് എനിക്കൊരു ഭാഗ്യം ഇതുവരെ വന്നില്ലല്ലോ. എന്റെ അടുത്ത് അതുകൊണ്ട് നിങ്ങള് ഇതുവരെ വന്നില്ലല്ലോ. മേം തോ സദാ സേഹി ഐസാഹും, ഞാൻ എല്ലായ്പ്പോഴും ഇങ്ങനെ തന്നെയാണ്. എങ്ങനെയാണ്? അയാൾ ഒരു പാവപ്പെട്ട വിറക് വെട്ടുകാരനായിരുന്നു അല്ലെ? ദിവസവും വിറക് വെട്ടിയിട്ടാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്, എന്റെ അടുത്ത് നിങ്ങൾ ഇതുവരെ വന്നില്ലല്ലോ, ഞാൻ എത്രയോ നാളുകളായി ഇങ്ങനെയാണല്ലോ. ഗരീബ് ലക്കഡ്ഹാര, പാവപ്പെട്ട ദരിദ്രനായ വിറക് വെട്ടുകാരൻ. अच्छा चलो तुम जो भी हो मेरा यह गट्टर तो उड़ा दो रात होने लगी. अच्छा चलो तुम जो भी हो मेरा यह गट्टर तो उड़ा दो रात होने लगी. ഇപ്പൊ സമയം രാത്രിയാണ് അല്ലെ? അപ്പൊ ഈ തലയിൽ ഞാനിപ്പോ കെട്ടിവെച്ചു തരാം. രാമു പോലെ യുവകിനെ ആകെ ബഡ്കർ ഗട്ടർ രാമു കെ സിർ പർ രഖ് ദിയ. ആ യുവാവ് എന്ത് ചെയ്തു? ആ വിറക് ആ കെട്ട് എന്ത് ചെയ്തു? രാമുവിന്റെ തലയിൽ വെച്ചു കൊടുത്തു. അവർ ബോല, എന്നിട്ട് പറഞ്ഞു, എന്താ പറഞ്ഞത്? മേം ഏക് ദിൻ തുമാരെ ദ്വാർ പർ ഭി ആഊംഗ. ഞാൻ ഒരു ദിവസം നിന്റെ അടുത്ത്, നിന്റെ വാതിലിന്റെ അടുത്ത് വരും. നിന്റെ വാതിലിന്റെ അടുത്ത് വരും എന്ന് പറഞ്ഞാല് നിന്റെ അടുത്തോളം ഞാൻ വന്നിരിക്കും. മേരി പ്രതീക്ഷ കർണ, എന്നെ പ്രതീക്ഷിച്ചിരുന്നോ? വഹ് യുവക് ബോല, ആ യുവാവ് അങ്ങനെയാണ് പറഞ്ഞിട്ട് അദ്ദേഹത്തെ വിട്ടത്. എന്താ പറഞ്ഞത്? എന്താണ് പറഞ്ഞത്? ഞാൻ നിന്റെ അടുത്തും ഒരു ദിവസം വന്നിരിക്കും. അപ്പൊ നീ എന്ത് ചെയ്യണം? എന്നെ പ്രതീക്ഷിച്ചിരിക്കണം എന്നല്ലേ? അപ്പൊ അതുപോലെ ഞാൻ നിങ്ങളോടും പറയുന്നു, നോട്ട് അതുപോലെ ടെക്സ്റ്റ് പറയുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായി പഠിച്ച് നോട്ടും കംപ്ലീറ്റ് ആക്കി ഇരിക്കുക. മിസ്സും ഏതെങ്കിലും ഒരു ദിവസം നിങ്ങളുടെ വീട്ടിലെത്തിയിരിക്കും. എന്നെ പ്രതീക്ഷിച്ചിരുന്നോട്ടാ. ഓക്കെ. ഇവര് ഭാഗ്യദേവതയെ പ്രതീക്ഷിച്ചിരുന്നാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാ? ഹിന്ദി മിസ്സിനൊന്ന് പ്രതീക്ഷിച്ചിരുന്നോ? ഏതെങ്കിലും ഒരു സമയത്ത് മിസ്സും നിങ്ങളുടെ വീട്ടിലെത്തും, നോട്ട് ചെയ്യും. അപ്പൊ നെറ്റ് പ്രോബ്ലം ഒന്നും പറയണ്ട, നോട്ട് കൃത്യമായിട്ടുണ്ടായിരിക്കണം. ടെക്സ്റ്റിൽ ചെയ്യാൻ പറഞ്ഞതും കൃത്യമായി ചെയ്യുക, നോട്ടും ചെയ്യുക. അതുപോലെ പഠിച്ചിട്ടും റെഡി ആയിട്ടിരിക്കുക. മിസ് വന്നപാട് എന്ത് ചെയ്യും? ഫസ്റ്റ് ചോദ്യം ചോദിക്കും, പിന്നെയാണ് നോട്ടും ടെക്സ്റ്റും ചെക്ക് ചെയ്യുക. അപ്പൊ ഏത് സമയത്ത് ഹിന്ദി മിസ് വന്നാൽ നിങ്ങൾ എന്താണ്? റെഡിയാണ്. അങ്ങനെ ഇരിക്കണം. ഓക്കെ. അപ്പൊ നെക്സ്റ്റ് നോക്ക്. നെക്സ്റ്റ് അച്ഛ രാമുവിനെ കഹ. അപ്പൊ രാമു പറഞ്ഞു ശരി, നല്ല തന്നെ, ശരി തോന്നുന്നു. ഹാ ബസ് തും സദാ പ്രസന്ന രഹ്കർ യഹ് ഗീത് ഗായാ കരോ.
നീ ഒരു കാര്യം കൂടി ചെയ്യണം. എന്താണ് പറഞ്ഞത്? നീ ഒരു കാര്യം കൂടി ചെയ്യണം. നീ എപ്പോഴും സന്തോഷത്തോടു കൂടി ഈ പാട്ട് കൂടി പാടണം. സമയത്തിന്റെ ദേവത എന്താണ് രാമുവിനോട് പറഞ്ഞത്? നീ എല്ലാ ദിവസവും ഞാൻ പറഞ്ഞിരുന്ന ആ പാട്ടൊന്ന് നല്ല രീതിയിൽ പാടണം, സന്തോഷത്തോടു കൂടി പാടണം. എന്താണത്? 2 വരി കൊടുത്തിട്ട് അല്ലേ? നെക്സ്റ്റ് പേജ് നോക്കുക. നെക്സ്റ്റ് പേജ് 2 വരി കണ്ടോ? समय मेरे द्वार पर आएगा, मेरा भाग्य जगाएगा. समय मेरे द्वार पर आएगा, സമയം എന്റെ വാതിലിന്റെ അടുത്ത് എത്തും. മേരാ ഭാഗ്യ ജഗായേഗ, എന്റെ ഭാഗ്യം എനിക്ക് തരും. എന്നെ ഭാഗ്യം ഉണർത്തുന്ന പറഞ്ഞാല് എനിക്ക് ഭാഗ്യം ഉണ്ടാവും സമയം വന്നാല്. ഈ 2 വരി പാട്ടാണ് എപ്പോഴും നല്ല രീതിയിൽ പാടുവാൻ വേണ്ടി ആര് പറഞ്ഞത്? സമയത്തിന്റെ ദേവത. കിസ്നെ കിസ്സെ കഹാ? സമയ കാ ദേവതാനെ രാമു സെ കഹാ. രാമുവിനോട് എല്ലാ ദിവസവും വീട്ടിൽ നിന്ന് ഇങ്ങനെ ഒരു പാട്ട് പാടാനാണ് ആവശ്യപ്പെട്ടത്. മനസ്സിലായോ? പറഞ്ഞത് മനസ്സിലായില്ലേ? നെക്സ്റ്റ്. ഓക്കെ. നെക്സ്റ്റ് എന്താ? കഹ്കർ യുവക് അന്തർദാൻ ഹോഗയ. അത് പറയുകയും പെട്ടെന്ന് ആരെ കാണാതായി? ഈ സമയക്ക ദേവതേനെ കാണാതായി. രാമു കുച്ച് ദേർ തക് ഢഗാ സ ഇധർ ഉധർ ദേഖ്താ രഹ. രാമു ആശ്ചര്യത്തോടു കൂടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി. और फिर घर की ओर चल पड़ा. അതിനുശേഷം വീട്ടിന് നേരെ നടന്നു. രാസ്തേ മേം ബാസാർ താ. പോകുന്ന വഴിയിൽ ടൗൺ, അതായത് കച്ചവടം ചെയ്യാനുള്ള ടൗൺ ആയിരുന്നു. ഏക് ലക്കടി ബേച്ചനെ വാലെ നെ ഝട് രാമു കാ ഗട്ടർ 10 रुपए में खरीद लिया. അപ്പൊ ഈ വിറക് കെട്ട് ഒരു വിറക് കച്ചവടം ചെയ്യുന്ന ഒരാള് വന്നു. ആ ടൗണിൽ നിന്ന് എന്ത് ചെയ്തു? പെട്ടെന്ന് തന്നെ രാമുവിന്റെ ആ വിറക് കെട്ട് 10 രൂപയ്ക്ക് വാങ്ങി അദ്ദേഹം കച്ചവടം ചെയ്തു. ഇങ്ങനെ വിറക് ശേഖരിച്ച് ടൗണിൽ വന്ന് വിറ്റിട്ടാണ് അദ്ദേഹം ജീവിതം ചെലവഴിച്ചിരുന്നത്. അപ്പൊ പെട്ടെന്ന് തന്നെ ആ വിറക് കെട്ട് എന്തായി? കച്ചവടമായി. എത്ര രൂപയ്ക്കാണ്? 10 രൂപയ്ക്കാണ് അദ്ദേഹം വിറ്റത്. രാമുക്കോ ആജ് അച്ചേ ദാം മിലേ ഥേ. രാമുവിന് ഇന്നാണ് നല്ലൊരു വില ലഭിച്ചത്. 10 രൂപ എന്ന് പറഞ്ഞാൽ ഇപ്പോ 10 രൂപ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നുമില്ല അല്ലെ? നമുക്ക് ഇപ്പൊ പറഞ്ഞാൽ 10 രൂപ പറഞ്ഞാൽ വലിയ വിലയൊന്നും നമ്മൾ കൽപ്പിക്കുന്നില്ല അല്ലെ? 10 രൂപ എന്ന് പറഞ്ഞാൽ. പക്ഷെ 10 രൂപയ്ക്ക് അതിൻ്റെതായ മൂല്യമുണ്ട് അല്ലെ? അപ്പൊ മുമ്പേ പറഞ്ഞാൽ 10 രൂപ എന്ന് പറഞ്ഞാല് ഇപ്പോഴത്തെ 1000-നും 2000-നും നോട്ടിന്റെ അത്രയും മൂല്യമുണ്ട്. അപ്പൊ അവിടെ ഒരു കെട്ട് വിറകിന് എത്ര രൂപ കിട്ടിയത്? 10 രൂപ. വഹ് പ്രസന്ന മനസ്സെ രൂപയെ ഗിൻതാ ഹുവാ ഘർ കി ഓർ ചല. അദ്ദേഹം സന്തോഷത്തോടു കൂടി തന്നെ പൈസ 10 രൂപ എണ്ണിക്കൊണ്ട് ഘർ കി ഓർ ചല, വീട്ടു നേരേക്ക് നടന്നു. ആ ഗീത് ഗാനെ ലഗ. എന്ത് പാട്ടും പാടുന്നുണ്ട്? സമയ മേരെ ദ്വാർ പർ ആയേഗ, മേരാ ഭാഗ്യ ജഗായേഗ. സമയത്തിന്റെ ദേവത പറഞ്ഞ 2 വരിയിലെ 2 ലൈൻസ്. സന്തോഷത്തോടു കൂടി ഹാപ്പി ആയിട്ടാണ് പാടുന്നത്. സമയ മേരെ പർ ദ്വാർ പർ ആയേഗ, മേരാ ഭാഗ്യ ജഗായേഗ. ഘർ ആക്കർ ഉസ്നെ ഖാന ബനായ. വീട്ടിലെത്തി അദ്ദേഹം ഭക്ഷണം ഉണ്ടാക്കി. ഖായ और सो गया. ഭക്ഷണം കഴിച്ചു, ഉറങ്ങി. ദൂസരി സുബഹ് വഹ് ജൽദി ഉട് ഗയ. പിറ്റേ ദിവസം അയാള് കുറച്ച് നേരത്തെ എഴുന്നേറ്റു, വേഗത്തിൽ എഴുന്നേറ്റു. നഹാ ധോക്കർ, കുളിക്കുകയൊക്കെ ചെയ്തിട്ട്, നിങ്ങളെ പോലെ നല്ല കുളിക്കുകയൊക്കെ ചെയ്തു. രാവിലെ എഴുന്നേറ്റ് കുളിച്ചു. ഖാന ബനാക്കർ ജൽദി ഹി ജംഗൽ കി ഓർ ചൽ ദിയ. ഭക്ഷണം ഉണ്ടാക്കി കഴിച്ച് നേരെ എവിടേക്ക് പോയി? കാട്ടിലേക്ക് പോയി. जंगल में जाकर उसने ढेर सी लकड़ियां काटी और फिर आवाज लगाई. കാട്ടിൽ നിന്ന് വീണ്ടും എന്ത് ചെയ്തു? കുറെ അധികം വിറക് ശേഖരിച്ചു. और फिर आवाज लगाई. എന്നിട്ട് അദ്ദേഹം വലിയ ഉറക്കെ ചോദിച്ചു, കോയി ഹേ, ആരെങ്കിലും ഉണ്ടോ? പാർ കോയി നഹി മായ. പക്ഷേ ആരും അവിടേക്ക് വന്നില്ല. രാമുനെ ഗട്ടർ കെ 2 ഭാഗോं में बांधा. രാമു എന്ത് ചെയ്തു? കുറെ വിറക് കാരണം അത് 2 കെട്ടായിട്ട് വേർതിരിച്ച് കെട്ടിവെച്ചു.
और एक गट्टर उड़ाकर बाजार पहुंचा എന്നിട്ട് അതിലൊരു കെട്ട് വിറക് എന്ത് ചെയ്തു ടൗണിലേക്ക് കൊണ്ടുപോകാൻ എടുത്തു ഗട്ടർ ജൽദി ഹി ബികുകയാ ആ വിറക് കെട്ട് പെട്ടെന്ന് തന്നെ കച്ചവടം ചെയ്തു വിറ്റു അല്ലെ വഹ ഫിർ ദൂസരാ ഗട്ടർ ലേനെ ജാ പഹുങ്ക പിന്നെന്ത് ചെയ്തു ആ ഒരു കെട്ട് വിറക് വിറ്റതിന് ശേഷം നെക്സ്റ്റ് രണ്ടാമത്തെ ആ വിറക് കെട്ട് എടുക്കാൻ വേണ്ടി തിരിച്ച് വീണ്ടും കാട്ടിലേക്ക് വന്നു ഉസ്നെ ഉസേ ബി ബാസാർ മേ ബേച്ച് ദിയ അവനെന്ത് ചെയ്തു വീണ്ടും ആ രണ്ടാമത്തെ വിറക് കെട്ടും വിറ്റു ആജ് ഉസേ 20 രൂപയെ മിലെ ഇന്ന് അദ്ദേഹത്തിന് എത്ര രൂപയാണ് ലഭിച്ചത് 20 രൂപ 20 എന്ന് പറഞ്ഞാൽ എത്രയാ 20 എന്ന് പറഞ്ഞാൽ എത്രയാ 1 2 3 4 അങ്ങനെ എണ്ണി നോക്കിയേ 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 അപ്പൊ എത്രയാ 20 ഓക്കെ അറിയോ ഹിന്ദിയിലെ എണ്ണൽ സംഖ്യ അറിയോ 20 അപ്പൊ എത്ര രൂപയാണ് അദ്ദേഹത്തിന് 2 കെട്ട് വിറക് വിറ്റത് കൊണ്ട് 20 രൂപ അദ്ദേഹത്തിന് ലഭിച്ചു അല്ലേ വഹ് പ്രസന്ന മനസേ ഘർ കി ഓർ ചൽപട അദ്ദേഹത്തിന് അന്ന് നല്ല സന്തോഷമായി കാരണം കൂടുതൽ പൈസ പിറ്റേ ദിവസം കിട്ടിയതുകൊണ്ട് ഇപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്തു അബ് വഹ്രോ സബേരെ ഉദ്ജാത ഇപ്പൊ അദ്ദേഹം എല്ലാ ദിവസവും അതിരാവിലെ എഴുന്നേൽക്കും उसे लगता कि यदि वह देर तक सोया रहा और समय का देवता आकर उसके द्वार पर दस्तक देकर चला गया तो എന്തുകൊണ്ടാണ് രാവിലെ എഴുന്നേൽക്കുന്നറിയോ അതിരാവിലെ എഴുന്നേൽക്കുന്നത് എന്താന്ന് വെച്ചാല് അഥവാ കുറെ സമയം ഉറങ്ങുകയാണെങ്കിൽ ലേറ്റ് ആയിട്ട് ഉറങ്ങി എഴുന്നേൽക്കുന്നതാണെങ്കിൽ ചിലപ്പോൾ അതിരാവിലെ ഈ സമയത്തിന്റെ ദേവത എങ്ങനെ എന്റെ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ ആ ഡോറിനടുക്ക് വന്ന് നിന്നാലോ അപ്പൊ കാണാൻ സാധിക്കോ നോ അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യും ഓരോ ദിവസം കഴിയുന്തോറും അതിരാവിലെ നിങ്ങളെ പോലെയല്ല അപ്പൊ നിങ്ങൾ നോക്കിക്കോ നാളെ മുതൽ സമയത്തിന്റെ ദേവത നിങ്ങളുടെ വീട്ടിലും വരും അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം മഴയൊന്നും നോക്കണ്ട കൂടുതൽ സമയം ഉറങ്ങണ്ട പകരം എന്ത് ചെയ്യാ കുറച്ച് നേരത്തെ ഉറങ്ങി എഴുന്നേൽക്കുക നമുക്ക് നോക്കാലോ സമയത്തിന്റെ ദേവത എല്ലാവരുടെയും വീട്ടിലേക്കും വരുന്നുണ്ടോന്നോ റെഡിയല്ലേ നോക്കാൻ റെഡിയല്ലേ അഥവാ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് നിങ്ങളെ കാണുന്നില്ലെങ്കിൽ സമയത്തിന്റെ ദേവത എവിടെ പോകും നെക്സ്റ്റ് വീട്ടിലേക്ക് പോകും അടുത്ത വീട് ആരാണോ അവിടേക്ക് പോകും അപ്പൊ നിങ്ങളെ കാണാൻ സാധിക്കില്ല അപ്പൊ നിങ്ങൾ എന്ത്